നമസ്കാരം സർ. ഈ ബാധ്യതകൾ ഒന്നും എൻ്റെ മക്കൾ പോലും അറിഞ്ഞിട്ടില്ല. അതിദയനീയമായ ഒരു ആത്മഹത്യാക്കുറിപ്പ്, അതല്ലെങ്കിൽ അതിദയനീയമായ ഒരു കത്ത്. ഇവിടെ സർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് KPCC അധ്യക്ഷൻ കെ സുധാകരനെയാണ്. ആരുടേതാണ് എന്ന് ചോദിച്ചാൽ NM വിജയൻ എന്ന വയനാട് DCC അവിടുത്തെ ജില്ലാ ട്രഷററാണ് ഇങ്ങനെ ഒരു കത്ത് എഴുതിയിരിക്കുന്നത്. ജീവിക്കാൻ ഒരു വഴിയുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇതിനൊക്കെ കാരണക്കാർ ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്ന് അടിവരയിട്ട് പറയുന്ന ഒരു കത്ത്. ഇപ്പോൾ കെ സുധാകരൻ പറയുന്നത് എന്താ? ഇതിൽ കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണമൊന്നും ആവശ്യമില്ല, ഞങ്ങളൊരു KPCC ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്, ആ സമിതി അന്വേഷിച്ച് അതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തിയിരിക്കും. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞു പരത്തുന്നു അതൊരു കുടുംബ പ്രശ്നമാണ്. എന്ത് നെറികെട്ട ഒരു പറച്ചിലാണ് നമ്മൾ ആലോചിച്ച് നോക്കണം. NM വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനോട് കോൺഗ്രസ് സഹപ്രവർത്തകർ ചെയ്യുന്ന നെറികേട് എന്ന് തന്നെ അതിനെ വിളിക്കാൻ കഴിയൂ, എന്ന് തന്നെയേ അതിനെ വിശേഷിപ്പിക്കാൻ കഴിയൂ. അത്രയ്ക്ക് വലിയ നെറികേടാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മുഖം മൂടിയിട്ട ഒരു മനുഷ്യന്റെ, അല്ലെങ്കിൽ ആ മനുഷ്യനെ തുറന്നു കാട്ടുന്നതാണ്, അതിൻ്റെ ഉള്ളിലുള്ള ഒരു ക്രൂര മുഖം തുറന്നു കാട്ടുന്നതാണ് ആ കത്ത് എന്ന് നമുക്കറിയാം. ആ കത്തിനെ കുറിച്ച് അദ്ദേഹം പറയാണ്, എനിക്ക് ജീവിതം തുടരാൻ യാതൊരു വഴിയുമില്ല. മരിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ആ കത്ത് എഴുതി വെച്ചിരിക്കുന്നു. 4 കോൺഗ്രസ് നേതാക്കളെ കുറ്റക്കാരാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ കത്ത് വരുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ കടം കുമിഞ്ഞുകൂടുന്നു. വീടും പുരയിടവും എല്ലാം ബാങ്കിന് കൊണ്ടുവന്ന് അടിയറ വെച്ച് കഴിഞ്ഞിരിക്കുന്നു സഹകരണ ബാങ്കിൽ. പാവം ആ മനുഷ്യൻ. ഒരു കോൺഗ്രസ്സുകാരന്റെ ഗതികേട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അദ്ദേഹം ഒരു കുറിപ്പെഴുതി KPCC അധ്യക്ഷന്റെ പേരിൽ അയക്കുന്നു. അയച്ചിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കണം. രാഹുൽ ഗാന്ധിക്കടക്കം ഈ കത്ത് കൈമാറണമെന്ന് കുടുംബത്തോട് ആവശ്യപ്പെടുന്നു. 10 ദിവസം അദ്ദേഹം കാത്തിരുന്നു, ഈ കത്ത് പോയിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ, എന്തെങ്കിലും തനിക്ക് നീതി ലഭിക്കുമോ എന്നറിയാൻ. ഒരു നീതിയും ലഭിച്ചില്ല. ഇപ്പൊ പോലീസ് അന്വേഷണം കുടുംബം ആവശ്യപ്പെട്ടപ്പോൾ അവർ പറയാണ് പോലീസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് KPCC അധ്യക്ഷൻ. കാര്യം എന്താ? ഞങ്ങൾ ഇവിടെ വലിയ രീതിക്ക് ഞങ്ങളൊരു സമിതി നിയോഗിച്ചിട്ടുണ്ട്, ആ സമിതി അന്വേഷിച്ച് ഇതിനകത്തിലെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ കണ്ടെത്തുമെന്ന്. ഇപ്പൊ കോൺഗ്രസ് വെട്ടിലായിരിക്കുകയാണ്. ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇനിയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൊടികെട്ടി വിജയിച്ച് നിയമസഭയിലേക്ക് എത്തിച്ചേരാമെന്ന് കരുതുന്ന ഒരു കോൺഗ്രസ് ഗ്രൂപ്പിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും NM വിജയൻ എന്ന് പറയുന്ന ഈ ഒരു ജില്ലാ ട്രഷററുടെ മരണം എന്ന് നമുക്ക് കാണേണ്ടി വരും. ഇവിടെ PP ദിവ്യ എവിടെയോ ഇരുന്ന് പ്രസംഗിച്ചപ്പോൾ അതിന്റെ പേരിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് വാർത്തകൾ മുക്കിനും മൂലയ്ക്കും കൊടുത്തുകൊണ്ടിരുന്ന അവർ പ്രധാനപ്പെട്ട കോളങ്ങളിലേക്ക് ആ വാർത്ത കൊണ്ടെത്തിച്ചപ്പോഴും എന്തുകൊണ്ടാണ് വിജയന്റെ മരണത്തെക്കുറിച്ച് മാധ്യമങ്ങൾ അധികമൊന്നും സംസാരിക്കാതെ പോയത്? വെറുമൊരു വാർത്ത മാത്രമായി, ഒരു കോളം വാർത്ത മാത്രമായി അത് ഒതുക്കിപ്പോയതിന്റെ പിന്നിൽ എന്താണ്? ഒന്നുമില്ല എന്ന് കരുതിയോ? ഒടുവിൽ ഇതൊക്കെ എവിടെയൊക്കെയോ തേഞ്ഞു മാഞ്ഞ് യവനികയ്ക്കുള്ളിൽ മറയുമെന്ന് കരുതിയിട്ടാവാം കോൺഗ്രസ്സുകാരും അതിനെക്കുറിച്ച് മിണ്ടിയില്ല. എന്നാൽ ഇപ്പോൾ അതല്ല, ആ സ്ഥിതി മാറുകയാണ്. NM വിജയന്റെ മരണത്തെക്കുറിച്ച് കാര്യങ്ങൾ വരുന്നു. അദ്ദേഹം ആ കത്തെഴുതുന്നത് ഇങ്ങനെയാണ്. ആ കത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം വെച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അവറുകൾക്ക് എന്നാണ് കത്ത് തുടങ്ങുന്നത്. സർ എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ പേര് NM വിജയൻ, നിലവിൽ വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷററാണ്. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത ശേഷം 1970 മുതൽ 10 വർഷം സുൽത്താൻ ബത്തേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയും, പഠിക്കുന്ന സമയത്ത് സജീവ KSU പ്രവർത്തകൻ, മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എൻ്റെ കോളേജ് സഹപാഠിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ തുറന്നു കാട്ടുകയാണ് തുടക്കത്തിൽ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ശക്തമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളാണ്, KSUക്കാരനാണ്, അതോടൊപ്പം അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ് എന്നുള്ള തരത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ അദ്ദേഹം KPCC അധ്യക്ഷൻ നേരത്തെ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഗസ്റ്റ് ഹൗസിൽ തങ്ങാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ആഹാരവും കഴിച്ച് വിശ്രമിച്ചതിനെ കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചിട്ട് പോന്നു. എനിക്കിതാണ് താല്പര്യം, ഞാൻ ഇവിടെ താമസിച്ചോളാം, ഞാൻ ഇവിടുന്ന് ആഹാരം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോയ KPCC അധ്യക്ഷൻ അതിന്റെ സ്മരണ പോലും ഇപ്പോൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം എന്നിട്ട് പറയാണ്, ഇത്രയും കാര്യങ്ങൾ ഞാൻ എൻ്റെ മനസ്സിന്റെ നൊമ്പരം കാരണം എഴുതിയതാണ് ആദ്യത്തെ ഖണ്ഡിക എന്നാണ് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം?
അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു പ്രമേഹ രോഗിയായിരുന്നു. ഏകദേശം 12 വർഷക്കാലത്തെ ചികിത്സയ്ക്കൊടുവിൽ അവർക്ക് വിടവാങ്ങേണ്ടി വരുന്നു. അതിനുശേഷം 2 മക്കളാണ്. അതിലെ ഏറ്റവും ഇളയ മകൻ മാനസികമായ വെല്ലുവിളി നേരിടുന്ന ഒരാളാണ് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നു. എന്താണ് സംഭവിച്ചത്? ഇദ്ദേഹത്തിന്റെ മകന് അവിടെ 7 വർഷം മുൻപ് ബാങ്കിന്റെ പ്രസിഡന്റായിരുന്ന KP തോമസ് മാസ്റ്റർ, മുൻ DCC പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് ദിവസവേതന അടിസ്ഥാനത്തിൽ, അതായത് 200 രൂപ ദിവസക്കൂലി, അതായത് ആർക്ക്? മകന് ജോലി കൊടുത്തത്. അതിന് 3 വർഷം മുൻപ് നിയമന വിജ്ഞാപനം ഇറങ്ങിയപ്പോൾ ബാങ്കിലുള്ള PTS പോസ്റ്റിൽ 1ാം റാങ്കിൽ എൻ്റെ മകനെ എടുത്തു ഞാൻ കരുതിയിരുന്നു. മകനെ തന്നെ അതിലേക്ക് എടുക്കും എന്ന് വിചാരിച്ചു. അതെനിക്ക് വാക്ക് നൽകിയിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിച്ചു. അന്നത്തെ DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ മറ്റൊരാളെ നിയമിക്കുന്നത് ഞാൻ പോലും അറിയാതെ കത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ മകനെ നിയമിക്കാതെ ICയുടെ താല്പര്യത്തിനനുസരിച്ച് എൻ്റെ മകനെ, അതായത് ഈ പറയുന്ന NM വിജയന്റെ മകനെ ബത്തേരി അർബൻ ബാങ്കിന്റെ ചരിത്രത്തിലാദ്യമായി, നമ്മൾ ശ്രദ്ധിക്കണം, ആ എഴുത്തിനാണ് പ്രാധാന്യം, ചരിത്രത്തിലാദ്യമായി 7 വർഷം ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്ത ആളെ പിരിച്ചുവിടുന്നത്. അതായത് 40 വർഷക്കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച എനിക്ക് ഈ ആഘാതം താങ്ങാൻ പറ്റാത്തതായിരുന്നു. മകന് പകരമായി നിയമിച്ച ആളിൽ നിന്ന് ബാങ്കിന്റെ ചരിത്രത്തിൽ ആദ്യമായി PTSന് വേണ്ടി കൈക്കൂലി വാങ്ങി എന്നാണ് അറിഞ്ഞത് സർ. അതായത് അവരുടെ അർബൻ ബാങ്കിൽ നടത്തിയ ഒരു വലിയ അഴിമതിയുടെ കഥയാണ് അദ്ദേഹം പുറത്ത് ഈ പറയുന്ന K സുധാകരനെ അറിയിക്കുന്നത്. എന്നിട്ടും സുധാകരൻ മിണ്ടിയില്ല, കമ എന്നൊരക്ഷരം മിണ്ടിയില്ല. അല്ലെങ്കിലും സുധാകരനെ മിണ്ടാൻ അനുവദിക്കാറില്ലല്ലോ, അല്ലെ? അപ്പോ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ അങ്ങ് സംസ്ഥാന തലത്തിൽ കമ്മിറ്റി ചുമതലപ്പെടുത്തിയതും ഒന്നാലോചിച്ച് ഇങ്ങനെ നടന്ന അവിടുത്തെ നിയമനവുമായി ബന്ധപ്പെട്ട അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. അതിന്റെ ഭാഗമായി ബാങ്ക് പ്രസിഡന്റിനോടും മുൻ ട്രഷററും സഹകരണ സെല്ലിന്റെ ജില്ലാ കൺവീനറുമായ KK ഗോപിനാഥൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തതുമൊക്കെ അങ്ങേക്ക് അറിവുള്ള കാര്യമല്ലേ? അന്ന് അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ ഇവരൊക്കെ തെറ്റുകാരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇതെല്ലാം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇവരെയൊക്കെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പിന്നീട് എന്ത് സംഭവിച്ചു? ഇതെന്താണ് സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രസിഡന്റുമാർ വയനാട്, യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം ബാങ്ക് നിയമനത്തിൽ വയനാട് ജില്ലയിലെ മുൻ പ്രസിഡന്റുമാർ 3 പേരും അടക്കമുള്ളവർ തമ്മിൽ പണം വിഹിതം വെച്ചതിലെ ഏറ്റക്കുറച്ചിൽ കാരണമാണ് ബാങ്ക് വിവാദം വലിയ വിഷയമായത് എന്നാണ് സത്യം. പണം വീതിച്ചപ്പോൾ ഉണ്ടായ തർക്കത്തിൽ നിന്നാണ് അതൊരു വലിയ വിഷയമായി കത്തിപ്പടർന്നത്. PTS നിയമനത്തിന് പോലും 25 ലക്ഷം കൈപ്പറ്റി എന്നാണ് പൊതു സംസാരം വരുന്നത്. 40ലേറെ വർഷം പാർട്ടി സജീവ പ്രവർത്തനം നടത്തി എനിക്ക് കൈപ്പേറിയ അനുഭവം അങ്ങയുടെ മുന്നിൽ ഞാൻ പങ്കുവെക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോ ഇപ്പോൾ നിലവിൽ വന്ന പുതിയ ഫുൾ കോൺഗ്രസ് അംഗ ഭരണസമിതി പോലും എൻ്റെ മകനെ തിരിച്ചെടുക്കുവാൻ ശ്രമിച്ചിട്ടില്ല എന്ന സത്യം വേദനയോടെ അറിയിക്കുകയാണ് എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആ കത്തിന്റെ തുടക്കത്തിൽ പറയുന്നത്. അതിൽ ഓരോന്നായി പിന്നീട് അദ്ദേഹം ഓരോ പോയിന്റുകളായിട്ട് പറയുന്നുണ്ട്. അതില് ഒരു BJP, അതായത് പ്രസിഡന്റും ബാങ്കിന്റെ പരിധിയിലുള്ള മണ്ഡലത്തിന്റെ പ്രസിഡന്റുമാർ, ബത്തേരിയിലെ DCC ഭാരവാഹികർ എന്നിവർ കൂടിയാലോചിച്ച് ഒരു BJP ഡയറക്ടറെ 10 ലക്ഷം രൂപ കൊടുത്ത് പ്രലോഭിപ്പിച്ച് ഭരണസമിതി പിരിച്ചുവിട്ട അന്നത്തെ സഹകരണ മന്ത്രി ശ്രീ ബാലകൃഷ്ണ സാറിന്റെ അറിവോടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വരികയും ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കൺവീനറായി എത്തുകയും ചെയ്തു. ബാങ്കിന്റെ സ്റ്റാഫ് പാറ്റേൺ എല്ലാം ശരിയാക്കി ബാങ്കിൽ 22 നിയമനങ്ങൾക്കുള്ള രേഖകൾ പോലും തയ്യാറാക്കി വെച്ചിട്ടാണ് 2014 ഇലക്ഷന് തയ്യാറായത്. 3 പഞ്ചായത്തുകൾ, അതായത് സുൽത്താൻ ബത്തേരി, നൂൽപ്പുഴ, നെന്മേനി എന്നീ ഭാഗങ്ങളിലായിട്ടാണ് ഈ അർബൻ ബാങ്ക്, സഹകരണ ബാങ്ക് വ്യാപിച്ചു കിടക്കുന്നത്. അപ്പോൾ ഇലക്ഷനെ നേരിടാൻ നേതൃത്വം തീരുമാനിച്ച നടപടിക്കെതിരായി BJP ഹൈക്കോടതിയെ സമീപിച്ചു. കേസിന്റെ വിധി അതായത് കോൺഗ്രസിനെതിരായി വരികയും പിന്നീട് നടന്ന ഇലക്ഷനിൽ വലിയ പരാജയം കോൺഗ്രസിന് നേരിടേണ്ടി വരികയും ചെയ്തു. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് നോക്കിയാൽ ബാങ്ക് വിഭജന പ്രക്രിയയ്ക്കും ഇലക്ഷനും BJP ഭരണസമിതി പിരിച്ചുവിടുന്നതിനുമൊക്കെയായി 32 ലക്ഷം രൂപയാണ് അന്ന് ചെലവായത് കോൺഗ്രസിന്. ആ ബാങ്കിലെ നിയമനത്തിലൂടെ 22 പോസ്റ്റിൽ നിന്നും ചിലവായ ഈ 32 ലക്ഷം രൂപ തിരിച്ചെടുക്കാമെന്നായിരുന്നു നേതാക്കന്മാരുടെ തീരുമാനം. ബാങ്ക് തിരിച്ചുപിടിച്ച് അവർ 22 പോസ്റ്റിലേക്കും BJP തിരിച്ചു പിടിച്ചിട്ട് 22 പോസ്റ്റിലേക്ക് നിയമനം നടത്തി BJPക്കാരെ. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഈ ബാങ്ക് BJP തിരിച്ചു പിടിച്ചു, അതിലേക്ക് 22 പോസ്റ്റിലേക്ക് നിയമനം നടത്തി, മുഴുവൻ BJPക്കാർ തന്നെയായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വവും മറ്റുള്ളവരും അതിൽ നിന്ന് പിന്മാറി.
അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനറായി എൻ്റെ തലയിൽ എല്ലാ സാമ്പത്തിക ബാധ്യതകളും വന്ന് വീണു. അതായത് ഈ 32 ലക്ഷം രൂപയുടെ ബാധ്യത തലയിൽ വന്ന് വീണു എന്നർത്ഥം. അപ്പൊ അങ്ങനെ 32 ലക്ഷം സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ എൻ്റെ വീടും, അതായത് NM വിജയന്റെ വീടും സ്ഥലവും പണയപ്പെടുത്തി ലോൺ എടുത്ത് ബാധ്യതകളെല്ലാം തീർത്തു. ഇന്ന് ലോൺ സംഖ്യ ഏകദേശം 65 ലക്ഷം രൂപയായി മാറിയിരിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാ? ഈ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട്, നെറികേടിന്റെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അന്ന് എല്ലാം ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം വീടും വസ്തുവും പണയപ്പെടുത്തി 32 ലക്ഷം രൂപ എടുത്ത് അവരുടെ തലക്കുഴിഞ്ഞിട്ട് കൊടുത്തു. അതിന് പ്രതികാര നടപടിയായിട്ടാണ് ഈ മനുഷ്യൻ ഇപ്പോൾ മരിക്കേണ്ടി വന്നത്. ഇതിനൊക്കെ കാരണക്കാരാരാ? കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇതിനെല്ലാം ഡീറ്റെയിൽ ആയി എഴുതി കത്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഒടുവിൽ പറഞ്ഞു ഇത് അങ്ങനെയുള്ള കത്താണോ, അദ്ദേഹം തന്നെ തയ്യാറാക്കിയ കത്താണോ എന്ന് കത്തിൽ പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഇത് പറയുന്നു. അല്ലെ, ഇതിനെ വൈകാരികമായി കാണുന്നതാണ് പ്രശ്നം. ടി സിദ്ദിഖ് MLA എന്ത് മാന്യതയുണ്ട് നിങ്ങൾക്ക് അത് പറയാൻ? ഇതിനെ വൈകാരികമായി കാണുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് ഇതെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ വൈകാരികമായിട്ടല്ലാതെ പിന്നെ ഇതിനെയൊക്കെ എങ്ങനെയാണ് സിദ്ദിഖെ കാണേണ്ടത്? അപ്പോൾ അങ്ങനെ 65 ലക്ഷം രൂപയായി. അപ്പോൾ ആരും സഹായിക്കാത്തത് കൊണ്ട് തന്നെ കൊല്ലത്തിൽ ലോൺ പലിശയടക്കം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ കോൺഗ്രസ് നേതാക്കന്മാർ. ഈ ലോൺ വിവരം എന്റെ മക്കൾക്ക് പോലും അറിയില്ല. വീട് ജപ്തി ചെയ്താൽ ഞാനും മക്കളും റോഡിലേക്ക് ഇറങ്ങേണ്ടി വരും. എന്റെ മകന് ജോലിയും നൽകാതെ പിരിച്ചുവിട്ട അവസ്ഥ ആലോചിക്കുമ്പോൾ ഞങ്ങൾ റോഡിൽ ഇറങ്ങി തെണ്ടേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് എന്റെ മരണശേഷം എന്റെ മക്കളെയെങ്കിലും ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പാർട്ടി ആ ലോൺ ഏറ്റെടുക്കാമെന്ന് എഴുതിത്തള്ളാമെന്ന് DCC പ്രസിഡന്റ് ശ്രീ IC ബാലകൃഷ്ണൻ പറഞ്ഞു. നൂൽപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായ ശ്രീ മധു സെബാസ്റ്റ്യൻ സെക്രട്ടറി നിയമനത്തിന് വേണ്ടി വാങ്ങിയ പണം തിരിച്ചു കൊടുക്കുന്നതിനും DCCയുടെ പ്രവർത്തന ആവശ്യത്തിനുമായി 7 ലക്ഷം രൂപ ബത്തേരി അർബൻ ബാങ്കിൽ നിയമനത്തിനും നെന്മേനി ഗ്രാമപഞ്ചായത്തിലെ ശ്രീ UK പ്രേമൻ മുഖേന വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അർബൻ ബാങ്ക് നിയമനം വിവാദമായപ്പോൾ ജോലി കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോ അദ്ദേഹത്തെ സത്യത്തിൽ കൊണ്ട് പെടുത്തിയിരിക്കുകയാണ്. പെടുത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നിട്ട് ഒടുവിലാണ് ഈ പറയുന്ന പോലെ ഒടുവിൽ അദ്ദേഹത്തെ കൈയൊഴിയുകയാണ്. മക്കൾ ഇക്കാര്യങ്ങൾ അറിഞ്ഞാൽ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. ഇപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് 18 ലക്ഷം രൂപയാണ് കേസ് കോടതിയിലുള്ളത്. സാമ്പത്തിക പ്രശ്നം പരിഹരിക്കുവാൻ KK ഗോപിനാഥനോ ND അപ്പച്ചനോ സാധിച്ചിട്ടില്ല. ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ ഇതിന് പരിഹാരം ഉണ്ടാക്കി തരണം. ഇവിടെ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ ഇതിലേക്ക് കത്തയച്ചിരിക്കുന്ന കത്തിന്റെ ഒരു ചെറിയ വിവരണം മാത്രമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തോരം കാര്യങ്ങൾ ആ കത്തിലുണ്ടായിരിക്കും. അപ്പൊ ഇത്രത്തോളം ഒരു മനുഷ്യന് 50 കൊല്ലം കോൺഗ്രസിന് വേണ്ടി ജീവിതം തുലച്ച ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പാർട്ടിയിലെ അനുഭവങ്ങൾ പറഞ്ഞ് പാർട്ടിയെ നശിപ്പിക്കുവാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതുവരെ ഇത് ഞാൻ ആരോടും പങ്കുവയ്ക്കാത്തത്. എൻ്റെ കുടുംബം ഒരു വലിയ കോൺഗ്രസ് കുടുംബമാണെന്ന് അന്വേഷിച്ചാൽ ഞങ്ങൾക്ക് അറിയാൻ സാധിക്കും. എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. വീട്ടിൽ കുടുംബത്തിൽ ഇതറിഞ്ഞാൽ ഞാൻ മരിക്കേണ്ടി വരും. മാനസിക സംഘർഷത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കന്മാരും മാത്രമായിരിക്കും എന്നാണ്. അതായത് അദ്ദേഹം കുറച്ച് KK ഗോപിനാഥന്റെ പേര് പറയുന്നുണ്ട്, D അപ്പച്ചന്റെ പേര് പറയുന്നുണ്ട്, IC ബാലകൃഷ്ണന്റെ പേര് പറയുന്നുണ്ട്. അങ്ങനെ നാലോളം വരുന്ന കോൺഗ്രസ് നേതാക്കളാണ് സത്യത്തിൽ NM വിജയൻ എന്ന് പറയുന്ന ആളിന്റെ മരണത്തിന് കാരണം. ഒരു അല്പമെങ്കിലും ഉളുപ്പും മനസാക്ഷിയും 50 കൊല്ലം ഏകദേശം നൂറ്റാണ്ട് കാലം രാഷ്ട്രീയത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതമായിരുന്നു NM വിജയന്റെ എന്ന് കാണാൻ കഴിയും. അവരുടെ കുടുംബാംഗങ്ങളെ തള്ളിപ്പറയുന്നതിലോ ഈ കത്ത് ആത്മഹത്യാക്കുറിപ്പായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിലോ അല്ല മാന്യത. ഇത് പോലീസ് അന്വേഷിക്കേണ്ട വിഷയമല്ല എന്ന് പറയുന്നിടത്തല്ല കോൺഗ്രസിന്റെ മാന്യത വേണ്ടത്. അതിനെ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും കുറ്റവാളികളായ IC ബാലകൃഷ്ണൻ അടക്കം, IC ബാലകൃഷ്ണൻ ഇപ്പൊ നിലനിൽക്കുന്ന എന്തിനാണ്? അദ്ദേഹം MLA ആണ്. ആ MLA സ്ഥാനം കളയുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകണം കോൺഗ്രസ്. ഇല്ലേ പിന്നെ നിങ്ങൾ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന KPCC അധ്യക്ഷനായിരിക്കുന്ന K സുധാകരൻ ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്നേ. ഈ പറയുന്ന നെറികേടിന്റെ രാഷ്ട്രീയം കൊണ്ട് നടന്നവർക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ആ കതർക്കുപ്പായം ഊരിക്കളഞ്ഞ് നിങ്ങൾ വേറെ വല്ല പണിക്കും പോകൂ K സുധാകര എന്ന് ജനങ്ങൾ പറയും. അതുകൊണ്ട് എത്രയും വേഗം അദ്ദേഹത്തിന്റെ ഒരു മനുഷ്യന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഒളിഞ്ഞു നിന്ന് ചിരിച്ചിട്ട് കാര്യമൊന്നുമില്ല.
ആ മരണത്തിന് ഉത്തരവാദികളായ IC ബാലകൃഷ്ണനും അപ്പച്ചനും എല്ലാവരും അടക്കം അവർക്കെല്ലാം പണി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവരെല്ലാം ഈ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. അവർക്കെതിരെ നടപടിയെടുക്കേണ്ടതും ഒരു ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ കെ സുധാകരന്റെ കർത്തവ്യം മാത്രമാണ്. ഒരു ചിട്ടി തുടങ്ങണമായിരുന്നു. എനിക്കൊരു ബൈക്ക് വേണം. അതിവിടെ കിട്ടുമെന്ന് ആരാ പറഞ്ഞേ? സച്ചു പറഞ്ഞല്ലോ ഇവിടെ ചിട്ടി തുടങ്ങിയ ബൈക്ക് കിട്ടുമെന്ന്. അതിനു മുൻ ലൈസൻസ് ഒക്കെ ഉണ്ടോ? എനിക്കല്ല, അച്ഛനാ. ഇപ്പൊ എന്റെ അടുത്ത് ഇത്രയുണ്ട്. അച്ഛന് ബൈക്ക് വാങ്ങാൻ വന്നതാ മോൻ. ഇത്തരം കൊച്ചു കൊച്ചു കരുതലുകളല്ലേ നമ്മുടെ വലിയ സമ്പാദ്യം. Sri Gokulam Chit and Finance.